ചെള്ളി ചാടണമാതിരി ചാടാനുള്ള ആരോഗ്യം ഉണ്ടാവും. ഏതെണീക്കാൻ ജീവനില്ലാത്ത കാരണവരും ലേശം കൂമ്പൊക്കെ കഴിച്ചാൽ ചെല്ലിമുളം കാടുകളിൽ സുഖമായിട്ട് നടക്കാൻ പറ്റും. പിന്നെ പഞ്ചായരുടെ സൂക്കടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പം അങ്ങനെയുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളത് അറിയണ്ടേ? ഈ ആഹാരത്തിന് ശാസ്ത്രം പഴയ ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒറ്റ വരി പറയാം, നിങ്ങളത് പഠിക്കും. ഒരു വരി പറഞ്ഞാൽ തന്നെ പഠിക്കും. ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കോർക്കയും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. 4 മാസം 4, 3, 12 ശരിയില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കോർക്കയും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. 12 മാസം സുഖമായി. ഇതൊക്കെ കഴിക്കണം. സമയാസമയങ്ങളിൽ ഒരു ജീവൻ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ പ്രപഞ്ചശക്തി ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കും. അതിനു വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി വർദ്ധിച്ച് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഘടകങ്ങൾ, അതിന് നെയ്യ് കൂട്ടിയിട്ട് അപ്പത്തിന് മിഴിവ് കിട്ടുമല്ലോ, അതേമാതിരിയുള്ള ആ പുഷ്ടി കിട്ടാൻ സഹായകമാവുന്ന ചില കർമ്മങ്ങളും കൂടി അനുഷ്ഠിച്ചാൽ സുഖമുണ്ടാവില്ല, ഒരു ആദ്യം ബാധിക്കില്ല. അതിന് പറയുന്ന പേരാണ്, ചുരുക്ക പേര് പഞ്ചയജ്ഞം. പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദേവഗണം. ദേശക്ഷേത്രത്തിൽ കഴിക്കുന്ന വഴിപാടുകൾ, ഗണപതി ഹോമം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ദേവഗണം. കാരണം 96 പാർട്സിൽ 96 ദേവന്മാരിയ്ക്കുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും രാവിലെ എണീച്ചിട്ട്, സ്വാമിജി ഞാനൊരു കാര്യം ആലോചിക്കുക, എന്താ അത്? ഹീമോഗ്ലോബിനെ ഒന്ന് പരിചയപ്പെടണം. നമ്മ അകത്തുണ്ട് ഈ ചങ്ങാതി. ഹിമോഗ്ലോബിൻ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയിൽ നിന്നും ഇഷ്ടൂവിൽ നിന്നും സമൂസയിൽ നിന്നും വേർതിരിച്ച് ബ്ലഡ് പ്രൊഡക്ഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആര് കൽപ്പിച്ചിട്ടാണ് നടക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ആ മഹാവൈഭവം 60,000 കോടി സൂക്ഷ്മാണുക്കൾക്ക് പ്രവേശിക്കത്തക്ക വിധത്തിൽ ഒരു ചെറിയൊരു കോശത്തെ ഘടിപ്പിച്ച് അനേകം കോടി കോശങ്ങളെ കൊണ്ട് ഈ യന്ത്രമുണ്ടാക്കിയിട്ടുള്ള ഭഗവാന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതം നല്ല എന്താ പറയുക. അപ്പം അത് ഒരു വസ്തുതയാണ്. അപ്പം അതറിയണം. അപ്പോൾ ധർമ്മദൈവങ്ങളെ എന്താണത്? ദൈവം മൂട്ടുകയും തണ്ണീരമൃതം പായസം പുന കുരുതി വെള്ളരിപ്പാലും മൂട്ടുപാട്ടുകളൊക്കെയും എന്തു ചെയ്വതു പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണം. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ. തറവാടിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ധർമ്മദൈവത്തെ പ്രീതിപ്പെടുത്തണം. അവരുടേതായിട്ടുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ